നമസ്കാരം. ഡി ഫാർമസി ഡിസ്കഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസിയിലെ ലാസ്റ്റ് വരുന്ന പോർഷനാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സോ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് നോക്കാം. Communicable diseases is defined as an illness of infectious nature which can spread from one person to another directly or indirectly through an infectious agent or its products from the sick to the healthy person either by direct contact or through intermediate host, vector, food, environment that is air, water, soil, dust, etc. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ അഥവാ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് നേരിട്ടും അല്ലാതെയും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന തരം രോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾ വായുവിലൂടെയും വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും പൊടിയിലൂടെയും കൂടാതെ മൃഗങ്ങളിലൂടെയും പകരാം. തീർച്ചയായും രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്കും പലപ്പോഴും രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത ഒരു രോഗവാഹകനിലൂടെയും ഇത്തരം രോഗങ്ങൾ പകർന്നേക്കാം. അങ്ങനെയുള്ള രോഗികളെയാണ് ക്യാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള 5 പോയിന്റ്സ് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്, കമ്മ്യൂണിക്കബിൾ പീരീഡ്, കോസിറ്റീവ് ഓർഗാനിസം, ആരാണ് ക്യാരിയർ ആൻഡ് എന്താണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ക്യാരിയർ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് കമ്മ്യൂണിക്കബിൾ പീരീഡ് എന്ന് നോക്കാം. ഒരു രോഗിയിൽ നിന്നും പുതിയ ഒരാളിലേക്ക് വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞാൽ ആ ആളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ കുറച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ തന്നെ വേണ്ടി വന്നേക്കാം. ഈ പീരീഡാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ ആൾക്ക് രോഗം മൂർച്ഛിക്കാനും അത് മറ്റൊരാളിലേക്ക് പകരുന്ന സ്റ്റേജിലേക്ക് എത്തിപ്പെടാനും വീണ്ടും കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം. ഇങ്ങനെ രോഗം പകരുന്ന സ്റ്റേജിലേക്ക് എത്താനെടുത്ത സമയമാണ് കമ്മ്യൂണിക്കബിൾ പീരീഡ്. ഇനി ഇത്തരം രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ്സ് മുതലായവയാണ് കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. Sometimes the infected person does not show the clinical symptoms of the disease and act as a reservoir of the infectious agent. Such patients are known as carriers. Certain time period is required for transmitting the infectious agent from diseased person to a healthy person to produce specific disease. This time period is known as communicable period. And incubation period is the time interval between initial contact with an infectious agent and the appearance of the first sign or symptom of the disease. Causative organism is usually refers to the biological pathogen that causes a disease such as a virus, parasites, fungus or a bacterium. And the most important 5th point, what is droplet infection? When a person with respiratory tract infection cough, sneeze or even talk loudly, fine droplets containing millions of bacteria and virus are blown into the surrounding air. When these droplets containing bacteria or virus are inhaled as such or after drying on the floor or clothes by a healthy person may become a source of infection for that person. This kind of infection is known as the droplet infection, which is the most common way of spreading the disease. അതായത് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് തുമ്മുകയോ ചീറ്റുകയോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് അയാളുടെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ഒക്കെ വന്നെത്തുന്ന വെള്ളത്തുള്ളികൾ മുൻപിലിരിക്കുന്ന ഒരാളിനോ അല്ലെങ്കിൽ ചുറ്റാകെയുള്ള മറ്റുള്ള ആൾക്കാരിലേക്കോ എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി ഇൻഫെക്ഷൻസ് പകരാം. അല്ലെങ്കിൽ ഇത്തരം ഡ്രോപ്ലെറ്റ്സ് തറയിലേക്ക് വീഴുകയോ തുണിയിലോ മണ്ണിലോ ഒക്കെ പറ്റിയിരിക്കാനും അത് മറ്റുള്ളവർ ടച്ച് ചെയ്യുമ്പോൾ അതുവഴി പകരാനും ഉള്ള ചാൻസ് ഏറെയാണ്. അതാണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് മുൻപ് പറഞ്ഞത്. ഇത്തരം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും പൊടിയിലൂടെയും ഒക്കെ പകരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. Communicable diseases are classified into 5 categories according to the mode of transmission and the area which it affects. ഇത്തരം രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പകരുന്ന രീതിയെയും ബോഡിയിൽ അത് അഫക്റ്റ് ചെയ്യുന്ന ഏരിയയും കണക്കിലെടുത്ത് 5 ആയിട്ട് തരംതിരിക്കാം. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. 2, intestinal infections.
3 arthropod-borne infections or vector-borne infections, 4 surface infections, and the 5 sexually transmitted diseases. So ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്. So the respiratory tract infections are the most acute illness, and the agents include virus, bacteria, and other microorganisms. The major cause is virus, and the common mode of transmission is through inhalation. And examples for respiratory tract infections are common cold, influenza, measles, whooping cough or pertussis, diphtheria, chickenpox, and tuberculosis. Common cold is a highly communicable disease characterized by inflammation of mucous membrane of nose, pharynx, larynx, trachea, bronchi, etc. അതായത് മൂക്ക് മുതൽ താഴേക്ക് ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ റെസ്പിറേറ്ററി ട്രാക്ട് ഏരിയ മ്യൂക്കസ് മെംബ്രെയിനെയും അഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലമേഷനാണ് കോമൺ കോൾഡ്. And the causative organism is filtrable virus, and the mode of transmission is by direct contact, that is droplet infection, or through formalities like handkerchief, towel, etc. And the incubation period is from few hours to 2 to 3 days. And the signs and symptoms include there is sneezing, running of nose, watery discharge from eyes, followed by body ache and headache. Fever may or may not be present. For the prevention of common cold, isolate the patient for first 2 to 3 days. Keep away from the crowded places. While talking, coughing or sneezing, keep a distance from the healthy person and use a handkerchief. That is a must. And the second one is influenza. It is the acute highly communicable disease of the upper respiratory tract and is also called a flu. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് തന്നെയാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. ഫ്ലൂ എന്നുകൂടി പറയുന്നുണ്ട്. ആൻഡ് കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഫിൽട്രബിൾ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അത് 3 ടൈപ്പിലുണ്ട്, എ, ബി ആൻഡ് സി. ആൻഡ് എ ആണ് മോസ്റ്റ് സിവിയർ ടൈപ്പ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആൻഡ് ത്രൂ ഫോമിറ്റീസ് റീസെൻ്റ്ലി കണ്ടാമിനേറ്റഡ് വിത്ത് ദ വൈറസ്. ഇൻക്യുബേഷൻ പീരീഡ് വന്നിട്ട് 1 to 2 days ആണ്. ആൻഡ് ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് ഫീവർ, ചിൽ, ഹെഡേക്ക്, പെയിൻ ഇൻ ദ ലിംബ്സ് ആൻഡ് ബാക്ക്, സോർ ത്രോട്ട്, കഫ്, etc. There may be the inflammation of respiratory and gastrointestinal tract with vomiting. Sometimes it may lead to the dangerous situations like pneumonia, bronchitis, ear infections, etc. Treatment include antiviral drugs like amantadine or simantadine in a dose of 100 mg twice a day may be given for 3 to 5 days for the prevention and treatment of influenza. Prevention include isolate the patient, body should be protected from chill, use saline gargle and take nourishing food, etc. ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിനെ പകർച്ചപ്പനി എന്ന് പറയാം. തണുപ്പ്, പനി, തൊണ്ടവേദന, തലവേദന, ചുമ, കൈകാൽ മുട്ടുവേദന തുടങ്ങിയവയാണ് സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങൾ. ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് രോഗം എത്തിക്കഴിഞ്ഞാൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് എന്നിവയായിട്ട് മാറാനുള്ള ചാൻസ് ഏറെയാണ്. അമാൻറ്റിഡിൻ, സിമാൻറ്റിഡിൻ തുടങ്ങിയ ആൻറ്റിവൈറൽ ഡ്രഗ്സാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രിവെൻഷൻ മെത്തേഡ്സ് വന്നിട്ട് പേഷ്യൻറ്റിനെ മറ്റുള്ളവരിൽ നിന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രൈമറി പ്രിവെൻഷൻ. രണ്ടാമതായിട്ട് പനിയും തണുപ്പും കൂടാതെ നോക്കുക, തൊണ്ടയിൽ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ശുചിത്വം പാലിക്കുക തുടങ്ങിയവയാണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം, മീസിൽസ്. 5ാം പനി, മണ്ണൻ പനി, പൊക്കൻ എന്നൊക്കെയാണ് സാധാരണയായിട്ട് നാട്ടിൻപുറങ്ങളിൽ മീസിൽസ് അറിയപ്പെടുന്നത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് മീസിൽസ് അഥവാ 5ാം പനി കണ്ടുവരുന്നത്. ഇനി ഈ മീസിൽസ് ഗർഭാവസ്ഥയിൽ പിടിപെട്ടാൽ ഗർഭസ്ഥ ശിശുവിനെ സാരമായി ബാധിച്ചേക്കാം. കുഞ്ഞിന് അംഗവൈകല്യം, കാഴ്ചയില്ലായ്മ, കേൾവിയില്ലായ്മ, ബുദ്ധിമാന്ദ്യം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമായേക്കാം. മോഡ് ഓഫ് സ്പ്രെഡ് വന്നിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻറ്റ് ഓർ ആർട്ടിക്കിൾസ് recently contaminated with secretions of nose, throat of the patient, etc. Incubation period 10 to 14 days ആണ്. Then signs and symptoms of the disease can be divided into 2 stages, one pre-eruptive stage and the 2 eruptive stage.
ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ പനി, ജലദോഷം, മൂക്കൊലിപ്പ്, കണ്ണിന് ചുമന്ന നിറം, കഫ്, സൗണ്ടിനുള്ള ഹാർഡ്നെസ് തുടങ്ങിയവ കാണിക്കാം. ഇതാണ് പ്രീ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. വായ്ക്കുള്ളിലും കവിളിനുള്ളിലും പാരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഓപ്പണിംഗ് വരേക്കും ബ്ലൂയിഷ് വൈറ്റ് ഉള്ള സ്പോട്ടുകൾ കാണാൻ കഴിയും. ഈ അവസ്ഥയിൽ അതിനെയാണ് കോപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. അതാണ് മേജർ സൈൻ ഓഫ് ദ ഡിസീസ്. ദെൻ ഇറപ്റ്റീവ് സ്റ്റേജ് വന്നിട്ട് 4-5 ദിവസങ്ങളിലാണ് ഈ സ്റ്റേജിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. മുഖത്തും കഴുത്തിലും ചെവിക്ക് പുറകിലുമാണ് ആദ്യം റാഷസ് കണ്ടു തുടങ്ങുന്നത്. പിന്നെ അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ് വിത്ത് മീസിൽസ് ആണ്. സെക്കൻഡറി ഇൻഫെക്ഷൻ മേ ലീഡ് ടു ന്യൂമോണിയ, ബ്രോങ്കോന്യൂമോണിയ, കൺജങ്ക്റ്റിവൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ് ആൻഡ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. പോഷകക്കുറവുള്ള കുട്ടികളിൽ സാധാരണയായിട്ട് മീസിൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ന്യൂമോണിയ, ബ്രോങ്കോന്യൂമോണിയ, കൺജങ്ക്റ്റിവൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ്, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് തുടങ്ങിയവയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. നെക്സ്റ്റ് പ്രിവെൻഷൻ. ഇമ്മ്യൂണൈസേഷൻ തന്നെയാണ് ദ ബെസ്റ്റ് പ്രിവെൻഷൻ എഗൻസ്റ്റ് മീസിൽസ്. 9 മുതൽ 12 മാസം പ്രായമുള്ള കുട്ടികൾക്ക് 0.5 ml വാക്സിനാണ് നൽകുന്നത്. ഇത് 95% പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് മീസിൽസ് ഫോർ അറ്റ്ലീസ്റ്റ് 15 years ആണ് അഷ്യൂർ ചെയ്യുന്നത്. ആൻഡ് ഫോർ കൺട്രോളിംഗ് ദ ഡിസീസ്, ഷുവർലി ഐസൊലേറ്റ് ദ പേഷ്യൻറ്റ്, പ്രൊട്ടക്റ്റ് ദ ഐസ് ഓഫ് ദ പേഷ്യൻറ്റ് ഫ്രം ലൈറ്റ് ആൻഡ് ഗ്ലെയർ, disinfect the discharges of nose and the throat of the patient. Antibiotics are preferred for secondary infection and the strict immunization against measles. ഇത്രയുമാണ് മീസിൽസിൽ വരുന്നത്. നെക്സ്റ്റ് 4th എക്സാമ്പിൾ വൂഫിംഗ് കഫ് ആണ്. പെർട്ടൂസിസ് എന്നുകൂടി പറയുന്നുണ്ട് വൂഫിംഗ് കഫിനെ. എന്താണ് വൂഫിംഗ് കഫ് എന്ന് നോക്കാം. വില്ലൻ ചുമയാണ് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. എല്ലാ ഏജിലുള്ള ആൾക്കാരിലും വൂഫിംഗ് കഫ് കണ്ടുവരുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് ധാരാളമായി ഇത് കണ്ടുവരുന്നത്. കോസറ്റീവ് ഓർഗാനിസം ബോർഡിറ്റെല്ല പെർട്ടൂസിസ് ആണ്. ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണിത്. മോഡ് ഓഫ് സ്പ്രെഡ്. ഇറ്റ് ഈസ് ഈസിലി സ്പ്രെഡ് ത്രൂ കഫ് ആൻഡ് സ്നീസ് ഓഫ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ദാറ്റ് ഈസ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 7 to 14 days. Signs and symptoms include slight fever, cold, running nose, irritating cough lasting for a few days to several weeks, which are more severe at night. അതായത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചുമയും പനിയും ജലദോഷവും തന്നെയാണ് വൂഫിംഗ് കഫിൻ്റെ സിംറ്റംസ്. ഇനി എന്താണ് ഇൻഫെക്ഷ്യസ് പീരീഡ്? ശരീരത്തിലേക്ക് അണുബാധ ഏറ്റിക്കഴിഞ്ഞാൽ 7 ദിവസം മുതൽ 3 ആഴ്ച വരെയുള്ള കാലയളവ് വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിവെൻഷൻ. ഇമ്മ്യൂണൈസേഷൻ ഈസ് ദ ബെസ്റ്റ് പ്രിവെൻഷൻ മെത്തേഡ് ഫോർ ദാറ്റ്. Triple vaccine DPT simultaneously gives protection against diphtheria, pertussis and tetanus. 3 doses of this vaccine are given intramuscularly at the age of 1.5 month, 2.5 month and 3.5 month. Thereafter, a first booster dose is given at the age of 1.5 year to 2 years. After this, a second booster dose of DT only is given at the age of about 5 years. And its treatment include antibiotics used are erythromycin, azithromycin, clarithromycin, etc. And the second one, isolate the patient, disinfect nasal and buccal discharges of the patient, disinfect the formities of the patient, etc. ഇത്രയുമാണ് വൂഫിംഗ് കഫിനകത്ത് പഠിക്കാനുള്ള പോയിന്റ്സ്. നെക്സ്റ്റ് ദ 5th one is diphtheria. It is an acute infectious disease affecting most commonly the throat, tonsils, larynx or nose. കോമൺ ആയിട്ട് തൊണ്ടയും ടോൺസിൽ ബഡിനെയാണ് ഡിഫ്തീരിയ അഫക്റ്റ് ചെയ്യുന്നത്. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് കോസിറ്റീവ് ഓർഗാനിസം. അത് ഒരു ഗ്രാം പോസിറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഈസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിഫ്തീരിയ ആൻഡ് ദ ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 2 to 5 days. Signs and symptoms include fever and there is a difficulty in swallowing due to the patches of grayish yellow membrane appears over tonsils and the throat. And the prevention and control include vaccination is the best mode of prevention, that is again the DPT, that is the triple vaccine for diphtheria, pertussis and tetanus starting from the age of 6 weeks. 3 doses of DPT are recommended
That is 0.5 ml of vaccine administered intramuscularly at the age of 1.5 month, 2.5 month and 3.5 month. And a first booster dose of 0.5 ml of DPT is given at the age of 1.5 to 2 years. Then the second booster dose, that is DT only, of 0.5 ml at the age of 5 to 6 years. Then the test for diphtheria is Schick test. For the treatment of diphtheria, antibiotics like penicillin or erythromycin are recommended. Second point, the household and the other contacts may be given a prophylactic dose of 500 to 1000 units of diphtheria antitoxin. Third one, the laryngeal incubation may be needed if there is respiratory obstructions. And the fourth point, as soon as the case is detected, diphtheria antitoxin must be given immediately in case ranging from 10,000 to 80,000 units according to the severity of the case. Advise complete bed rest to the patient. സോ ഡിഫ്തീരിയയുടെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വാക്സിനേഷനാണ് ബെസ്റ്റ് പ്രിവെൻഷൻ. ട്രിപ്പിൾ വാക്സിൻ ആയിട്ടുള്ള DPT വാക്സിനാണ് കൊടുക്കുന്നത്. അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, ഇതിന് മൂന്നിനും കൂടിയുള്ള ഒരു ഒറ്റ വാക്സിനാണ് DPT എന്ന് പറയുന്നത്. ഇൻട്രാമസ്കുലർ റൂട്ടിലാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ആൻഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് പെൻസിലിൻ ആൻഡ് എറിത്രോമൈസിൻ ആണ് കൊടുക്കുന്നത്. സോ ഡിഫ്തീരിയ പേഷ്യൻറ്റിൻ്റെ കോൺടാക്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഫൈലാറ്റിക് ഡോസ് ഓഫ് 500 to 1000 യൂണിറ്റ്സ് ഓഫ് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ കൊടുക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ഡിഫ്തീരിയയിൽ പറയാനുള്ളത്. ആൻഡ് ദ 8th എക്സാമ്പിൾ is chicken pox. Chicken pox is also called varicella, is an acute infectious disease. It is a viral infection, and the most important fact is one attack generally confers immunity for the rest of the life. That is, subsequent attack are rare, but in certain cases the second attack of the chickenpox may also occur. The causative organism is the varicella zoster virus, that is the VEZ virus, or nowadays it is termed as human alpha herpes virus 3. Mode of transmission is by droplet infection. The chance is very high, and through the contact with the skin, freshly contaminated articles used by the patient can also transmit the disease. The incubation period varies from 14 to 17 days, although extremes vary from 7 to 21 days have also been reported. The signs and symptoms include there is a sudden onset of mild fever and itching. Rashes appears in the form of crow's on the trunk, face and limbs. Within 24 hours the lesion becomes pustular, that means filled with pus. The pustules dry up in few days to form scabs. Generally chickenpox is mild in children but tended to be more severe in adult. Isolation is the best prevention, and vaccination too. Varicella zoster immunoglobulin, that is VEZ 1 gram, given within 22 hours of exposure in a dose of 1.25 to 5 ml. By intramuscular injection will impart passive immunity against the chickenpox. സോ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. വാരിസെല്ല എന്നാണ് മറ്റൊരു പേര്. ഈ പേര് വരാനുള്ള കാരണം കോസിറ്റീവ് ഓർഗാനിസത്തിൽ നിന്നാണ്. കോസിറ്റീവ് ഓർഗാനിസം വന്നിട്ട് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എല്ലാവർക്കും തന്നെ അറിയാം, ഡയറക്റ്റ് കോൺടാക്ട്, ദാറ്റ് ഈസ് ത്രൂ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. പേഷ്യൻറ്റിനൊപ്പമുള്ള ഡയറക്റ്റ് കോൺടാക്റ്റ്, പേഷ്യൻ്റ് യൂസ് ചെയ്ത ആർട്ടിക്കിൾസിലൂടെയും ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഏറെയാണ്. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് വന്നിട്ട് 14 to 17 days ആണ്. ഹൈ ഫീവർ ആൻഡ് ചില്ലിംഗ് ആണ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന സൈൻ, അതായത് പനിയും തണുപ്പും. ദെൻ 24 hours ലീഷൻസ് പ്രത്യക്ഷപ്പെടാം, ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് പസ്. പസ് നിറഞ്ഞ ചുമന്ന നിറത്തിലുള്ള കുരുക്കൾ ശരീരം മുഴുവൻ ഒരു 24 hours തന്നെ പ്രത്യക്ഷപ്പെടും. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ തന്നെയാണ്. വാരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന് 72 മണിക്കൂറിനുള്ളിൽ 1.25 to 5 ml ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നത്. ബട്ട് നൗഎഡേയ്സ് ചിക്കൻ പോക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രിവെൻഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ചിക്കൻ പോക്സ് വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ വാക്സിനേഷനായിട്ട് തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ. ആൻഡ് തീർച്ചയായിട്ടും പ്രിവെൻഷനിൽ പേഷ്യൻറ്റിനെ മറ്റുള്ളവരിൽ നിന്നും കോണ്ടാക്റ്റ് ഇല്ലാതെ ഐസൊലേറ്റ് ചെയ്ത് വെക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡ്. ഈ കാറ്റഗറിയിലെ ലാസ്റ്റ് എക്സാമ്പിൾ വന്നിട്ട്, അതായത് 7th പോയിന്റ്, ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിസ് ഈസ് എ ക്രോണിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ ദ ട്യൂബർക്കിൾ ബാസിലെ. It occurs at any age but is more common in older persons, particularly males in the age of 30 years or more.
Tuberculosis is a specific disease which primarily affects lungs and causes pulmonary tuberculosis, which can also affect intestine, meninges of the brain, bones, joints, lymph glands, skin and other tissues of the body. And the causative organism is Mycobacterium tuberculosis. Mode of spread, it is spread by droplet infection. 2. By inhaling fine dust particles containing tubercle bacilli derived from dried sputum and other infected discharges thrown on floor, wall, furniture, clothes, etc., which after drying get converted into the fine particles and mix with the dust. And the third point, by handling sputum and other discharges of the tubercular patient. Fourth point, by direct contact with the patient. Fifth point, by consuming articles of food and drinks contaminated with tubercle bacilli. And the sixth point, by consuming milk derived from a cow suffering from tuberculosis and without proper boiling. And the seventh point, flies play an important role in transmitting the diseases by contaminating the articles of food and drink of healthy person with tubercle bacilli. Incubation period varies from a few months to few years, and the signs and symptoms is classified into two, that is early symptoms and later symptoms. Early symptoms include excessive fatigue, slight rise in temperature in the evening, chest pain, loss of weight, night sweating, etc. Then the later symptoms include loss of weight, sunken eyes and dry lips. Breath has peculiar odor and plentiful sputum. Prevention and control of tuberculosis include general measures and specific measures. General measures include give health education, take nourishing and well-balanced diet, educate not to spit here and there, milk should be consumed after proper boiling, improvement in standard of living and sanitary conditions. Specific measures include BCG vaccination should be given to the newborns below 4 weeks of age. Treatment with specific drugs for tuberculosis. And the third point, tuberculosis patients should be detected as early as possible by the examination of sputum, chest x-rays and tuberculin testing or Mantoux test. And the fourth point is infected person should be isolated, and while talking or coughing the patient should wear a mask or handkerchief. Then details of BCG vaccination. BCG vaccination should be given to the newborn infants by injecting 0.05 ml of vaccination, particularly in the left arm just below the shoulders. In case of adult, the dose of vaccination is 0.1 ml. For injecting the vaccine, tuberculin syringe is used. After vaccination, there is no general reaction such as fever or pain. A local reaction occurs usually 3 to 4 weeks after the vaccination at the site of the injection, during which a small nodule is formed which heals itself, leaving a tiny scar over there. After initial vaccination of the child at birth, it is repeated at the age of 5, 10 and 15 years after performing the Mantoux test. Tuberculosis is treated by chemotherapy, which includes drugs like streptomycin, isoniazid, para-aminosalicylic acid, ethambutol, rifampicin, etc. Tuberculosis എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ തന്നെയാണ്. ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിൽ ഡെത്തിൻ്റെ ഒരു മേജർ കാസ് ട്യൂബർകുലോസിസ് ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ട്യൂബർകുലോസിസ് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയാണ്. അതാണ് പൾമണറി ട്യൂബർകുലോസിസിന് കാരണമാകുന്നത്. പിന്നീട് അത് ഇൻഡസ്റ്റൈൻ, മെനിഞ്ചസ് ഓഫ് ദ ബ്രെയിൻ, ബോൺസ്, ജോയിൻറ്റ്സ്, ലിംഫ് ഗ്ലാൻഡ്സ്, സ്കിൻ ടിഷ്യൂസ് വരേക്കും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രായം ചെന്നവരിലാണ് സാധാരണയായി ട്യൂബർകുലോസിസ് കണ്ടുവരുന്നത്, പർട്ടിക്കുലർലി 30 വയസ്സിന് ശേഷമുള്ള മെയിൽസിൽ. പൾമണറി ട്യൂബർകുലോസിസ് ആണ് മോസ്റ്റ് കോമൺ ഫോം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് കോസറ്റീവ് ഓർഗാനിസം ആൻഡ് മോഡ് ഓഫ് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇവയൊക്കെയാണ്: പേഷ്യൻറ്റുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്, പേഷ്യൻ്റ് ഉപയോഗിച്ച വസ്തുക്കൾ, സ്പ്യൂട്ടം അതായത് കഫ്, കൂടാതെ മറ്റ് ഡിസ്ചാർജസ് ഫ്രം ദ ബോഡി. അതർ ഇമ്പോർട്ടൻ്റ് കാസ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് കൗ മിൽക്ക് പ്രോപ്പർ ബോയിലിംഗ് കൂടാതെ യൂസ് ചെയ്യുന്നതാണ്. ചെറിയ പ്രാണികൾ വഴി പകരാനുള്ള ചാൻസ് ഉണ്ട്. പ്രാണികൾ വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും ഡ്രിങ്കും യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ കാരണം. കുറച്ച് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കാം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ. അമിതമായി ഭാരം കുറയുന്നതും, നെഞ്ചുവേദന ഉണ്ടാകുന്നതും, രാത്രികാലങ്ങളിൽ ഏറെ വിയർക്കുന്നതും, ഈവനിംഗ് ടൈമിൽ ബോഡി ടെമ്പറേച്ചർ റൈസ് ആകുന്നതും, അമിതമായ ക്ഷീണം എന്നിവയാണ് ഏർലി സിംറ്റംസ് ആയിട്ട് പറയുന്നത്. അമിതമായ കഫവും
തൊണ്ടയിലെ ഡ്രൈനസും എയർലി സ്റ്റേജ് മുതൽ തന്നെ കാണിച്ചു തുടങ്ങും. ലേറ്റർ സ്റ്റേജ്, അതായത് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ വളരെ ശോഷിച്ച അവസ്ഥയിലാണ് ബോഡി കാണപ്പെടുന്നത്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതും ശ്വാസത്തിന് ദുർഗന്ധമുണ്ടാകുന്നതും അമിതമായ കഫവുമാണ് ഈ സ്റ്റേജിലെ സിംറ്റംസായി കാണപ്പെടുന്നത്. ഈ ഒരു അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ജനറൽ മെഷേഴ്സും വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട സ്പെസിഫിക് മെഷേഴ്സും എന്താണെന്ന് നോക്കാം. പ്രൈമറി മെഷർ ആയിട്ട് എടുക്കേണ്ടത് തീർച്ചയായിട്ടും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവയർനെസ് എബൌട്ട് ദ ഡിസീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക, പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക, പാല് ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൃഗത്തിൽ നിന്നുള്ള മിൽക്കാണെങ്കിൽ തീർച്ചയായും രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് എല്ലാത്തിനും ഉപരി ശുചിത്വം പാലിക്കുക. സ്പെസിഫിക് മെഷേഴ്സിൽ വരുന്നത് BCG വാക്സിനേഷൻ ആണ്. ജനിച്ച 4 ആഴ്ചയ്ക്കുള്ളിലാണ് BCG വാക്സിനേഷൻ നൽകേണ്ടത്. 0.05 ml വാക്സിനേഷൻ ആണ് ഇൻട്രാഡെർമൽ റൂട്ടിൽ കൊടുക്കേണ്ടത്. ഇടത് കൈയിൽ ഷോൾഡേഴ്സിന് താഴെയായിട്ടാണ് BCG വാക്സിനേഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ സ്പെസിഫിക് മെഷർ എന്ന് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ച് ഉള്ള ട്യൂബർക്കുലോസിസ് ട്രീറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, സ്പ്യൂട്ടം എക്സാമിനേഷനിലൂടെയും ചെസ്റ്റ് എക്സ്റേയിലൂടെയും ട്യൂബർക്കുലിൻ ടെസ്റ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ മാൻഡോക്സ് ടെസ്റ്റിലൂടെയോ ട്യൂബർക്കുലോസിസ് പേഷ്യൻസിനെ കണ്ടെത്തുകയും അവരെ ഐസൊലേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് നൽകുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്പെസിഫിക് മെഷർ. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, ട്യൂബർക്കുലോസിസ് ട്രീറ്റ്മെൻറ്റ്. സ്ട്രെപ്റ്റോമൈസിൻ, ഐസോനിയാസിഡ്, പാരാമിനോസാലിസിലിക് ആസിഡ്, എത്തംബ്യൂട്ടോൾ, റിഫാംപിസിൻ തുടങ്ങിയ ഡ്രഗ്സാണ് കീമോതെറാപ്പി ഓഫ് ട്യൂബർക്കുലോസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്രയും പോയിൻറ്റ്സാണ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസ് അടുത്ത വീഡിയോയിലാണ് വരുന്നത്. താങ്ക് യു സോ മച്ച്.